ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ എര മുളകാണ് കേട്ടോ. വെറും മുളകല്ല, ബജ്ജി മുളക്. അപ്പം നമ്മൾ ഇന്നും മുളക് ബജ്ജി ഉണ്ടാക്കാനായിട്ട് പോകും. അപ്പം അതിനായിട്ട് നമ്മൾ ഇതേ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സുന്ദരി മുളകൊന്ന് കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനുവേണ്ടി കടലമാവാണ് ഉപയോഗിക്കുന്നത്. അപ്പം കടലമാവിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, നമ്മൾ നേരത്തെ ഇടിച്ച് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത്. പിന്നെ നമ്മുടെ ഉപ്പില്ലാത്തൊരു കളിയില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ലോണം കുറുക്ക് പോലെ ആക്കി വെക്കും. പിന്നെ നമ്മുടെ പെരിഞ്ചീരകവും കായപ്പൊടി, സോഡപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടോട്ടെ. പക്ഷെ ഞങ്ങളുടെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിട്ടില്ല. പിന്നെ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന കടലമാവിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ബജ്ജി മുളകിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കും. ഈ മാവ് കൊണ്ടൊന്ന് മുളക് ബജ്ജി മാത്രമല്ല കേട്ടോ, മുട്ട ബജ്ജിയും സവാള ബജ്ജിയും ഒക്കെ ഉണ്ടാക്കും. നമ്മൾ ബജ്ജിയുടെ ചമ്മന്തിക്ക് നമ്മൾ ഉപ്പും മുളകും വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്നേക്കാൻ മുന്നേ ബജ്ജി ടേസ്റ്റ് ചെയ്യുന്നത് ഇവരാണ്. എന്റെ അനിയനും എന്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് സംഭവം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണം. ഞാൻ വിചാരിച്ചു കൊള്ളോന്ന്, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടായി കഴിച്ചു നോക്കട്ടാ. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്തൊരു കുറവ് എനിക്ക് തോന്നിട്ടാ. കട്ടൻ ചായയിൽ അത് എന്താ ആഘോഷം. അപ്പൊ അതേ മുളക് ബജ്ജിയും ചമ്മന്തിയും കട്ടൻ ചായയും അന്തസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു.